തേങ്ങയിടുവാനും അടക്ക പറിക്കുവാനും പൂർണ്ണമായും കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന യന്ത്രം നിർമ്മിച്ചുകൊണ്ട് ശ്രദ്ധ നേടുകയാണ് മായനാട് സ്വദേശി നമ്പേരി പ്രകാശൻ എന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ. തേങ്ങയിടാൻ ആളെ കിട്ടാതെ വന്നപ്പോഴാണ് സ്വന്തമായി ഒരു യന്ത്രം വികസിപ്പിക്കുവാൻ പ്രകാശൻ ശ്രമം തുടങ്ങിയത്. ലളിതമായ ഈ ഉപകരണം സർക്കാരിന്റെ ശ്രദ്ധയിലെത്തിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇയാൾ. വീട്ടുവളപ്പിൽ അത്യാവശ്യം തെങ്ങും കവുങ്ങുമൊക്കെ സ്വന്തമായുള്ള ആളാണ് മായനാട് സ്വദേശി നമ്പേരി പ്രകാശൻ എന്ന ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ. തേങ്ങയ്ക്ക് സംഭവിച്ച വിലയിടിവും നാളികേരമിടാൻ ആളെ കിട്ടാതെ വന്നതും ഒരു പരീക്ഷണത്തിന് വഴിമാറി. തുടർന്നാണ് അയൺ റോപ്പും റബ്ബർ സ്ട്രിപ്പും PVC പൈപ്പുമൊക്കെ ഉപയോഗിച്ച് ഈ രസികൻ യന്ത്രം പിറവിയെടുത്തത്. തെങ്ങും കവുങ്ങുമൊക്കെ കീഴടക്കാൻ 4 പ്ലാസ്റ്റിക് ചരടുകൾ നിയന്ത്രിക്കുന്ന ഈ ഉപകരണം മതിയെന്ന് തെളിയിക്കുകയാണ് ഇദ്ദേഹം. മരത്തിന്റെ ചട്ടക്കൂട്ടിൽ നിർമ്മിച്ച യന്ത്രത്തിന്റെ ആദ്യത്തെ 2 ചരടുകൾ ഉപകരണത്തെ മുകളിലെത്തിക്കും. തുടർന്ന് പ്രത്യേക രീതിയിൽ ഘടിപ്പിച്ച മൂർച്ചയേറിയ യന്ത്രക്കൈ തേങ്ങയും അടക്കയുമെല്ലാം അറുത്തിടും. യന്ത്രം താഴേക്ക് ഇറക്കാനാണ് അടുത്ത ജോഡി ചരടുകൾ. %90 പണി പൂർത്തിയായ ഉപകരണത്തിൽ മൂർച്ചയേറിയ യന്ത്രഭാഗത്തിന്റെ മിനുക്കുപണികൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. വ്യവസായ മന്ത്രി അണവരം കരീം, സംസ്ഥാന ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ് വിഭാഗം എന്നിവിടങ്ങളിൽ ഉപകരണത്തിന്റെ വിശദാംശങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുവാൻ താൽപര്യമില്ലെങ്കിലും ഉപകരണത്തിന്റെ ഐഡിയ ആവശ്യക്കാർക്ക് കൊടുക്കുവാൻ താൽപര്യമുണ്ടെന്നാണ് പ്രകാശൻ പറയുന്നത്. അതെന്താ വെച്ചാല് തെങ്ങിന്റെ മുകളിൽ കയറാൻ ഇപ്പോൾ ആളെ കിട്ടുന്നില്ല. പിന്നെ തേങ്ങക്ക് വില ഏറ്റവും കുറവാണ്. അപ്പോൾ അങ്ങനെ നഷ്ടമായിരിക്കും. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇതൊന്നും ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനം വന്നത്. സാധാരണ ഇത് വളരെ ചീപ്പായിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ആർക്കും വേണമെങ്കിൽ ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നത് വളരെ ചുരുങ്ങിയ ചെലവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 1000 റുപ്യ കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കുറച്ചും കൂടി ഇതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 1000 റുപ്യ കൂടിയൊക്കെ കൂടാൻ മതി. നല്ല പിന്നെ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വലിക്കുന്ന എഫർട്ടൊക്കെ വളരെ കുറയും. സർക്കാരിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇമെയിലായിട്ടും ലെറ്ററായിട്ടും ഇൻഡസ്ട്രീസിന് ഡിപ്പാർട്ട്മെന്റിനൊക്കെ അറിയിച്ചിട്ടുണ്ട്. അവരോട് ഇതൊന്നും നോക്കിയിട്ട് അപ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സെയിൽ ടാക്സ് ഓഫീസറായി റിട്ടയർ ചെയ്ത പ്രകാശൻ ചെറുപ്പം മുതലേ ഇലക്ട്രോണിക്സിൽ തൽപരനാണ്. ചെലവ് കുറഞ്ഞ LED ലാമ്പ് തുടങ്ങി അത്യാവശ്യം ഉപകരണങ്ങൾ ഇദ്ദേഹം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഏതായാലും തേങ്ങയിടാൻ തൊഴിലാളികളുടെ കാല് പിടിക്കേണ്ടല്ലോ എന്ന ആശ്വാസത്തിനുമപ്പുറം തന്റെ പുതിയ ഉപകരണത്തിന്റെ അംഗീകാരത്തിനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.